ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഒരു വൊളാറ്റിലിറ്റി ആണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒപ്പം ഡിസംബർ മാസത്തേക്കുള്ള ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെൻറ്റ് റോൾ ഓവർ നോക്കുകയാണെങ്കിലും സ്ലൈറ്റ്ലി ബെയറിഷ് ആയിട്ടൊരു സെൻറ്റിമെൻ്റ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഗ്ലോബൽ ന്യൂസ് ഫ്ലോസ് വരുന്നതെല്ലാം തന്നെ സ്ലൈറ്റ്ലി നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസ് ഫ്ലോസ് ആണ്. ജപ്പാനിലെ നവംബർ മാസത്തെ ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വന്നിരുന്നു. എബോ എക്സ്പെക്റ്റേഷൻസ് ആണ്. പ്രത്യേകിച്ച് ടോക്കിയോ സിറ്റിയിലത്തെ ഇൻഫ്ലേഷൻ ഡാറ്റയാണ് ഒരു ബെഞ്ച് മാർക്കായിട്ട് ജപ്പാനിൽ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത മാസം ഒരുപക്ഷെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാനുള്ള ഡിസിഷൻ എടുക്കുന്നുള്ള റിപ്പോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ജാപ്പനീസ് മാർക്കറ്റുകൾ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ചൈനീസ് മാർക്കറ്റുകൾ പക്ഷേ ഇന്ന് ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കൻ മാർക്കറ്റുകൾക്ക് ഇന്നലെ അവധിയായിരുന്നു. അമേരിക്കയിലും ഇൻഫ്ലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡിസംബറിൽ ഒരു പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ് വീണ്ടും കുറയ്ക്കുന്ന കാര്യത്തിലുള്ള തീരുമാനം വൈകിയേക്കും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവെ ഈ ഫാക്ടേഴ്സ് ഒരു വൊളാറ്റിലിറ്റി ഉണ്ടാക്കുന്നുണ്ട്. ഒപ്പം റഷ്യ ഉക്രൈനിൽ ഇന്നലെ 9.5 മണിക്കൂർ അറ്റാക്ക് നടത്തിയിരുന്നു. അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റും ഇന്നലെ മാർക്കറ്റിൽ കണ്ടിരുന്നു. ആ ഒരു വൊളാറ്റിലിറ്റിയും കൂടി നമ്മുടെ മാർക്കറ്റ് സെൽ ഓഫിന് ഇന്നലെ കാരണമായിട്ടുണ്ട്. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരുന്നു. ഒപ്പം നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഹ്യൂജ് വൊളാറ്റിലിറ്റിയും അതുപോലെ തന്നെ നല്ല സെൽ ഓഫാണ് ഇന്നലെ മാർക്കറ്റിലുണ്ടായിട്ടുള്ളത്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് വലിയ രീതിയിലുള്ള സെൽ ഓഫാണ് നടത്തിയിരുന്നത്. നമ്മൾ കമോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡ് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. സിൽവർ, കോപ്പർ ഒക്കെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിലും ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. സ്പോട്ട് ഗോൾഡ് $2,658 പെർ ഔൺസിനാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് മോർണിംഗിൽ ബെറ്റർ ആണ്. അതുപോലെ തന്നെ സിൽവർ $31 പെർ ഔൺസിനാണ് ട്രേഡ് ചെയ്യുന്നത്. ഇതും ബെറ്റർ ആണ്. മറ്റ് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ Q2 GDP അനൗൺസ്മെൻറ്റ് വരാണ്. ട്രേഡിങ്ങിന് ശേഷമാണ്. പക്ഷേ എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് കഴിഞ്ഞ 8 ക്വാർട്ടേഴ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ലോവസ്റ്റ് ആയിരിക്കുന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനാണ്. അറൗണ്ട് 6.5% എക്സ്പെക്റ്റ് ചെയ്യുന്ന ഡാറ്റ. തീർച്ചയായിട്ടും മിഡിൽ ക്ലാസിൻ്റെ ഇൻകം അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് സംബന്ധിച്ചുള്ള പല നെഗറ്റീവ് റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ ന്യൂസുകളൊക്കെ മുമ്പ് വന്ന ന്യൂസുകൾ തന്നെയാണ്. പക്ഷേ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റുകൾ വരുമ്പോൾ വീണ്ടും ഒരു പക്ഷേ ചെറിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കിയേക്കാം. ഒപ്പം നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ നസാര ടെക്നോളജീസിൻ്റെ പ്രിഫറൻസ് ഷെയറിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. 855 കോടി രൂപ ഇഷ്യൂ $954.27 പെർ ഷെയറാണ് അലോട്ട്മെൻറ്റ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ KEI ഇൻഡസ്ട്രീസിൻ്റെ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റ് 2000 കോടി രൂപയുടെ പ്ലേസ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. $3,800 പെർ ഷെയറാണ്. ഒപ്പം ന്യൂജൻ സോഫ്റ്റ്വെയർ ടെക്നോളജിക്ക് 32 കോടി രൂപ ഓർഡർ കിട്ടുന്നുണ്ട് RBIയിൽ നിന്നാണ്. ഇതൊക്കെയാണ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ്. ഒപ്പം ആസ്റ്റർ മെഡിസിറ്റിയും ക്വാളിറ്റി കെയർ ഇന്ത്യ ലിമിറ്റഡ് ആയിട്ടുള്ള അമാൾഗമേഷൻ മെർജർ എന്ന് അനൗൺസ് ചെയ്യുന്നതാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് ആസ്റ്റർ മെഡിസിറ്റിയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് നൽകുന്ന ഒരു ന്യൂസാണ്. ഈ അനൗൺസ്മെൻറ്റ് എന്നൊരു പക്ഷേ ട്രേഡിങ്ങിന് ഇടയിൽ തന്നെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ SME സെഗ്മെൻറ്റിലത്തെ കാര്യം നോക്കുകയാണെങ്കിൽ NSE SME സെഗ്മെൻറ്റിൽ രജപത്താന ബയോഡീസൽ ഇന്നലെ ഇഷ്യൂ ക്ലോസ് ചെയ്തിരുന്നു. 718.81 ടൈംസ് ആണ് ഓവർ സബ്സ്ക്രിപ്ഷൻ. അറൗണ്ട് 100% ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ക്ലോസ് ചെയ്യാൻ പോകുന്ന അപ്പെക്സ് എക്കോടെക് ലിമിറ്റഡും 24 ടൈംസ് ഓവർ സബ്സ്ക്രൈബ്ഡ് ആണ്. ഈ ഇഷ്യൂയിലും അപ്ലൈ ചെയ്യുന്ന ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാനായിട്ട് സഹായിക്കുന്നതാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. അതോടൊപ്പം തന്നെ ഇന്ന് ഓപ്പൺ ചെയ്യുന്ന ഒരു പുതിയ IPO കൂടിയുണ്ട് NSE SMEയിൽ. ഗണേഷ് ഇൻഫ്രാവൈൽഡ് ആണ്. 83 രൂപയാണ് ഇഷ്യൂ പ്രൈസ്. ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തുള്ള നല്ലൊരു കമ്പനിയാണ്. ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലാണ് കൂടുതൽ പ്രസൻസ് ഉള്ളത്. അതോടൊപ്പം തന്നെ മെയിൻ ബോർഡ് IPO കൂടി ഇന്ന് ഓപ്പൺ ഉണ്ട്. സുരക്ഷ ഡയഗ്നോസ്റ്റിക്സ് ലിമിറ്റഡ് ആണ്. 441 രൂപയാണ് ഇഷ്യൂ അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. പക്ഷേ കാര്യമായിട്ടുള്ള ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ മാർക്കറ്റ് വൊളാറ്റിലിറ്റി ഉള്ള സമയങ്ങളിൽ NSE SME IPOകൾ അതുപോലെ തന്നെ മെയിൻ ബോർഡ് IPOകളൊക്കെ വാച്ച് ചെയ്യുന്നതായിരിക്കും. തങ്ങളുടെ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഇത്തരത്തിലുള്ള IPOകളൊക്കെ അപ്ലൈ ചെയ്യുന്ന ഡിസിഷൻ നന്നായിരിക്കും. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ഇന്ന് 45 പുതിയ സ്റ്റോക്കുകളും കൂടി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെൻറ്റിലേക്ക് വരികയാണ്. തീർച്ചയായിട്ടും ഈ സ്റ്റോക്കുകളിലായിരിക്കാം അടുത്ത മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ ആക്ഷനൊക്കെ കാണാൻ പോകുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ നമ്മൾ മൂവ് ചെയ്യുക. റോൾ ഓവർ നോക്കുകയാണെങ്കിൽ PSU ബാങ്കുകൾ അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ സ്റ്റോക്കുകളൊക്കെയാണ് ഒരു പോസിറ്റീവ് ലോങ് പൊസിഷൻ റോൾ ഓവർ കാഴ്ചവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള
സ്റ്റോക്കുകളിലൊരു മുന്നേറ്റം കാണാനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ മാർക്കറ്റ് താഴെ വരുമ്പോൾ റിക്കവറി മോഡ് വരുന്ന സമയത്ത് ഏറ്റവും മുമ്പ് ഈ സ്റ്റോക്കുകളൊക്കെ റിക്കവർ ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയുടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.